വെൽക്കം ടു രമ്യാസ് ഫാമിലി വ്ലോഗ്. നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മള് ഇന്ന് ഹെയ്നു ബേബിയുടെ വെക്കേഷൻ ട്രിപ്പ് പോവാണ്. അപ്പോ ഞങ്ങള് വെക്കേഷൻ ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മള് ആദ്യം ആലോചിച്ചത് അവനെ പോവാത്ത സ്ഥലങ്ങളിൽ അവനെ കൊണ്ടുപോവാ എന്നുള്ളതായിരുന്നു. അപ്പോ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് സൂലോട്ടാണ്, ട്രിവാൻഡ്രത്ത്. അവൻ ആദ്യമായിട്ടാണ് സൂലോട്ട് പോകുന്നത്. അപ്പോ ഹെയ്നു, വെക്കേഷൻ ട്രിപ്പ് അടിച്ചു പൊളിക്കണ്ടേ? ഓക്കെ, ഇപ്പൊ നമ്മൾ എല്ലാരുമായിട്ടാണ് പോകുന്നത്. പപ്പയുണ്ട്, അമ്മയുണ്ട്, ഹെയ്നു ബേബി, ഇച്ചായൻ, എല്ലാരുമായിട്ടാണ് വെക്കേഷൻ ട്രിപ്പ് പോകുന്നത്. അപ്പൊ നമുക്ക് അടിച്ചു പൊളിച്ചിട്ട് വരാം. രാവിലെ 9 മണിയായപ്പോ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറച്ച് നേരത്തെ ഇറങ്ങാന്ന് വിചാരിച്ചു, കാരണം ഇപ്പൊ ഈവനിങ് എപ്പോഴും മഴ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ. ചെന്നെത്തിയപ്പോ തന്നെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. പക്ഷെ അമ്മയുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, ജോൺ ബ്രൈറ്റ് അങ്കിളായിരുന്നു ഞങ്ങളെ ടിക്കറ്റ് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്തത്. അങ്കിൾ അവിടെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്കിളിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തത്. പാർക്കിങ്ങിനും കാര്യങ്ങൾക്കും എല്ലാം അങ്കിള് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാനുള്ള എല്ലാ സംഭവങ്ങളും അങ്കിളാണ് കേട്ടോ നമുക്ക് പറഞ്ഞു തരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് പോകാൻ പോവാണ്. എല്ലാരും നടക്കുവാണ്. ഹെയ്നു ബേബി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഹെയ്നു ബേബി ഇന്നൊരു പ്രത്യേക കോസ്റ്റ്യൂമാണ് ഇട്ടുകൊണ്ട് വന്നത്. ഒരു കുഞ്ഞു ഷോർട്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. മാണിക്കച്ചിറകുള്ള ഭാരത്തു കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നുപോയി. കാടുന്നു കാണാനായി, കൂടുന്നു കൂട്ടാനായി, ആകാശപ്പുഴനിൽ കുതിച്ചുപോയി. കണ്ടു മലനിര, കണ്ടു താഴ്വര, മാമരം കണ്ടേ, ചോല കണ്ടേ, ഇലകൾ കണ്ടേ, കായകളും തന്തിനത്താനേ താനാനേ, തന്തിനത്താനിന്നാനിന്നാനേ. നമ്മൾ ഈ വണ്ടിയിലാണ് പോകാൻ പോകുന്നത്. അപ്പൊ ഇത് ഫുള്ള് നമ്മൾ വണ്ടിയിലാണ് കറങ്ങുന്നത്. ആക്ച്വലി നമ്മൾ നടന്നു പോയിട്ടുണ്ട്, ഞാനും ഇച്ചായനും. ഇവിടെ പപ്പയും അമ്മയും ഉള്ളത് കൊണ്ട് നമ്മൾ വണ്ടി ചൂസ് ചെയ്തതാണ്, അല്ലെങ്കിൽ നമ്മൾ നടന്നു തന്നെ പോകത്തുണ്ടായിരുന്നുള്ളൂ. ഹെയ്നു ബേബി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാണ്. എന്താണ് ഇതിനകത്തൊന്ന് അറിയത്തില്ല, നോക്കാം. അപ്പൊ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് സിംഹവാലൻ കുരങ്ങാട്ടോ, ഒരു കുഞ്ഞു കുരങ്ങ്. അതെന്തൊക്കെയോ അവിടെ ചെയ്യുന്നുണ്ട്. മുകളിലും ഇരിപ്പുണ്ട് കേട്ടോ, അത് ഞങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബംഗാൾ കുരങ്ങ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ ഒരു സൈഡിൽ ഇരിക്കുവാണ്. അവിടെ ഒളിച്ചിരിക്കുന്നു കുഞ്ഞ്, അവിടെ ഒളിച്ചിരിക്കുന്നു. ഇതും ബംഗാൾ കുരങ്ങാണ് കേട്ടോ. പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈഡ്രിയ എന്ന് പറയുന്ന ഒരു കോഴിയാണ്. കോഴിവർഗമല്ലേ ഇത്? കോഴിവർഗമാണേ. ഒക്ടോപ്പസ് അല്ല കുഞ്ഞ, വലുതാണ്. അവന്റെ മുട്ട നോക്കി കുഞ്ഞ, ഇത് അതിന്റെ മുട്ടയെന്നാണ് കേട്ടോ അവര് പറയുന്നേ. ഹെയ്നു ലയണിനെയും ടൈഗറിനെയൊക്കെ കാണാൻ വന്നതുകൊണ്ട് ഇതൊന്നും കണ്ടിട്ട് വലിയ ഇതൊന്നും കാണിക്കുന്നില്ല. ഹിമാലയൻ കഴുകൻ, വലിയ കഴുകനാട്ടോ, വലിയ ചുണ്ടും കണ്ണുകളൊക്കെ ഉള്ള കഴുകൻ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. വെള്ളത്തിൽ കിടക്കുന്നു.
ഓ വലിയ മുതലാണ് കേട്ടോ. കുഞ്ഞു മുതലുണ്ടോ? ഇതൊക്കെ വെള്ളത്തില് ചില്ലാണ് കേട്ടോ. കണ്ടോ? പേടിയാവും, വല ഇട്ടിരിക്കുവല്ലേ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മുതലരെ പുറത്തിരുന്നല്ലേ കുരങ്ങൻ പോയി അല്ലേ കുഞ്ഞാ? നല്ല വലുതാട്ടോ, നമ്മള് ക്യാമറ കാണുന്ന പോലെയല്ല, നല്ല വലുതാണ്, നല്ല സൈസ് ഉണ്ട് കേട്ടോ. ജലപക്ഷികളുടെ ഒരു എന്താ പറയാ, ഒരുപാട് വെറൈറ്റീസ് ആണ് ഇവിടെ ഒരുമിച്ച് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇത്രയും വെറൈറ്റീസ് അതിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. മുകളിലും താഴെയൊക്കെ ആയിട്ട് വലുതും ചെറുതായിട്ട് ഒത്തിരി കിടപ്പുണ്ട് കേട്ടോ. സൗണ്ട് ഒത്തിരി കൂടുതലാണ്. പിന്നെ വീഡിയോ കാണുമ്പോൾ എന്തുമാത്രം ഉണ്ടെന്നുള്ള അറിയാൻ പറ്റില്ല. ഒരു കണ്ടോ, മരത്തിലും വെള്ളത്തിലും വൈറ്റ് ഉണ്ട്, പിന്നെ ബ്ലാക്കിന്റെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്, ഫുൾ ഒരു ബ്ലാക്ക് ഷെയ്ഡ് മാത്രം വരുന്നതായിട്ടുണ്ട്. അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഒരുമിച്ച്. ഇവിടെ നമ്മൾ അടി കൂടത്തില്ല എന്തോ. പക്ഷെ നൈസാണ്, കാണാൻ നല്ല നൈസാണ്. മുകളില് ഈ ഇലയൊന്നും ഇല്ലാതെ ചില്ലയിൽ മാത്രം ഇരിക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗി കേട്ടോ. ഹേലു എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഇതൊക്കെ കണ്ടിട്ടുണ്ടോ നേരത്തെ? ആ, ക്രൊക്രൈഡിനെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല. ആണോ? ഇഷ്ടപ്പെട്ടോ? അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഏനു ബേബി ടാറ്റയെ കൊടുത്തിട്ട് ഇരിക്കുവാണ്. ആക്ച്വലി നമ്മള് നീർനായെ കാണാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ്, പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഇല്ലാന്നാ തോന്നണം, ഇതിനകത്ത് കാണുന്നില്ല. എവിടെയെങ്കിലും ഒതുങ്ങി കിടപ്പുണ്ടായിരിക്കും. രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ അതിന്റെ കൂടെ. അതാന്ന് തോന്നുന്നത് ഒളിച്ചിരിക്കുന്നേ. അടി കൂടുന്നുണ്ട് രണ്ടുപേര്. ഇവിടെ പന്നിക്കരടി ഉണ്ടെന്നാ പറയുന്നേ, ഈ തേൻ കരടി എന്നൊക്കെ പറയുന്ന സംഭവം. അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മുകളിൽ ചെറിയൊരു മഞ്ഞ് പോലെ കാണുന്നുണ്ട്. അത് വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് സ്പ്രെഡ് ആവുന്നതാണ്. ടെമ്പറേച്ചർ എന്തോ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു വെച്ചിരിക്കുന്നത്. ഇവിടെ കരടിയെ കാണുന്നില്ല ആക്ച്വലി. നല്ല വലുതാട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് ഹിമാലയൻ കരടിയാണ് കേട്ടോ, നമ്മളിപ്പൊ കണ്ട കരടി എന്ന് പറയുന്നത്. വലുതാണ് കേട്ടോ. എവിടെ നിപ്പുണ്ട് ആള്. വെള്ളിക്കോഴി കേട്ടോ, ഇവിടെ ഉണ്ട് ആള്. നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല ആളെ, കുറച്ചങ്ങോട്ട് ഒളിച്ചിരിക്കുക. ഇത് പീജിയൺ ആണ് കേട്ടോ. ഏനു കരടിയെ കണ്ടിട്ട് ഏനു വാതിറക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കരടി ഇവിടെ കണ്ടു കേട്ടോ. ഏനു ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഇത് പന്നിക്കരടിയാ കേട്ടോ. ഒരു ലയൺ അവിടെ കിടപ്പുണ്ട് കേട്ടോ, ഉറങ്ങാൻ തോന്നുന്നു. ഇത് എമ്മു ആണ് കേട്ടോ. ഹിപ്പോപ്പൊട്ടാമസ് ആണ് കേട്ടോ ഇത്. അതൊക്കെ ഫുഡ് കഴിക്കുന്ന ടൈമാന്ന് തോന്നുന്നു. ഹിപ്പോപ്പൊട്ടാമസ് എന്താ കഴിക്കുന്നേ? പുല്ല് കഴിക്കാണോ? അത് വായ ഇവിടെ ഒരു കാണ്ടാമൃഗം ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ കാണുന്നില്ല. കണ്ടില്ല കേട്ടോ നമ്മളിവിടെ.
ഇത് കാട്ടുപോത്താണ് കേട്ടോ. നല്ല വലിപ്പമുണ്ട് കൊമ്പുകൾക്കായാലും. നല്ല വലിയ കൊമ്പല്ലേ. കൊമ്പുകൾക്കായാലും കാല് ബോഡിക്കൊക്കെ ഭയങ്കര സാധാരണേനേക്കാളും നല്ല വ്യത്യാസമുണ്ട് ഇതിന്. വലിയ കൊമ്പ് കണ്ടോ, വളഞ്ഞൊക്കെ ഇരിക്കുന്ന ഇതിന്റെ കൊമ്പ് അല്ലേ. ഇതിന്റെ കൂടെയുള്ള ഇതില് പെണ്ണാടുകൾക്കാണെങ്കിൽ കൊമ്പ് കാണത്തില്ല. അല്ല അല്ലേ, ആണാണെങ്കിൽ ആടുകൾക്ക് കൊമ്പ് ഉണ്ടാവും എന്നാ പറയുന്നത്. 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇത് കൃഷ്ണമൃഗം, അതിന്റെ ഇടയിൽ ഒരെണ്ണേ ഉള്ളൂ കൃഷ്ണമൃഗം. കിടക്കുന്നതാണ്. നമ്മൾ നേരത്തെ വൈറ്റ് റിയ കണ്ടില്ലേ, ഇത് അതിന്റെ ബ്രൗൺ ആണ്. ബ്രൗൺ റിയ. പന്നിമാൻ എന്ന് പറയുന്ന മാനാട്ടോ ഇത്. പന്നിമാനാണ്. എല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുന്നതാണ് നല്ല ഭംഗിയായിട്ട്. കുഞ്ഞു മാൻകുട്ടികളുണ്ട്, വലുതുണ്ട്, രണ്ടും കൂടി മിക്സ് ആണ്. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. എല്ലാം കൂടി ഒരുമിച്ചിരിക്കുമ്പോ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇവിടെ എന്തോ ക്ലീനിങ്ങും പരിപാടി നടക്കാട്ടോ അവരുടെ. ഇത് പുള്ളിമാനാണ്, പാരാസിംഗ. ഓ, പേര് പോലെ തന്നെ കാണാനും എങ്കിൽ ലുക്കാട്ടോ അതില്. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാട്ടോ. ഇവിടെ അവര് നല്ലോണം നീറ്റായിട്ട് തൂത്ത് വൃത്തിയാക്കിയിടുന്നുണ്ട് കേട്ടോ. ഉറക്കം എണീറ്റ് നിക്കാൻ തോന്നുന്നു. മുരുക മുരുക പുലി മുരുക. അതാണ് എന്റെ ഡോറ്. അത് ഭയങ്കര വയലന്റ് ആണെന്ന് തോന്നുന്നു. ഇത് ആക്ച്വലി അങ്ങോട്ട് കിടന്നിട്ട് തല കൊണ്ട് പൊക്കി ഇങ്ങോട്ട് നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് രക്ഷപ്പെടാം. ഇത് നമ്മൾ താഴെ വെച്ച് കണ്ട ലയണായിട്ടോ. അത് ഇപ്പോഴും ഉറക്കം തന്നെയാണ്. ഇവർക്ക് ഫുഡ് കൊണ്ടുവരുന്നതാന്ന് തോന്നുന്നു കേട്ടോ. വണ്ടിയില് പുലിയാണ് കേട്ടോ. നല്ല നല്ല വലിയ പുലിയാണ് കേട്ടോ. അങ്ങ് ദൂരെ നിൽക്കുകയാണ് കേട്ടോ. അത് ഇങ്ങോട്ട് വരുന്നില്ല. പുറത്തോട്ട് വരണോ വേണ്ടേ എന്നുള്ള ആശങ്ക കുഴപ്പത്തിലാണ്. ഇത് കുറുനരിയാട്ടോ. ഇവിടെ കിടന്ന് ഓടുന്നുണ്ട് ആള്. അത് നല്ല ആക്റ്റീവായിട്ട് നിക്ക കേട്ടോ. മക്കാവോ തത്താന്ന് പറയേ. മുകളിൽ ഇരിപ്പുണ്ട് ആള്. നല്ലോണം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നമുക്ക്. ബ്ലൂ ഒരു എന്താ പറയാ, യെല്ലോ, നല്ല ഡാർക്ക് യെല്ലോ ഷെയ്ഡ് ആണിത്. ബേബി പറയുന്നുണ്ട് ജിയോ മറ്റേ കയ്യിൽ വെച്ച സംഭവം എന്നൊക്കെ പറയുന്നുണ്ട്. യെല്ലോ ഗ്രീൻ, നല്ല അടിപൊളി കാണാനൊരു ഭംഗിയുള്ള ഒരു ടൈപ്പ് പക്ഷിയാണ് കേട്ടോ. ഇത് മക്കാവു തത്തയാണ് കേട്ടോ. ഇത് മുള്ളമ്പന്നി കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓടിക്കളിക്കുന്നുണ്ട് നന്നായിട്ട്. ക്ലീൻ ചെയ്യുന്ന സമയം കേട്ടോ ഇത്. ഇതാണ് ഹേനുവിന്റെ ഓസ്ട്രിച്ച്. കാണിക്കുന്നു. ഭയങ്കര വലുത് കിട്ടോ ആക്ച്വലി. ഇനി നമ്മളെ ഉരകങ്ങൾ കാണാൻ പോകുന്നു. പാമ്പിന്റെ ശാല. നമുക്ക് പോയി കണ്ടിട്ട് വന്നാലോ.
ലോങ്സ്റ്റ് സ്നേക്ക് ഇൻ ദി വേൾഡ്. പെരുമ്പാമ്പാണ് കേട്ടോ. നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഉം. ഇതും പെരുമ്പാമ്പാ കേട്ടോ. കാട്ടുപാമ്പ് എന്ന് പറയുന്ന സംഭവം ഇതിന്റെ ചില്ല് ഏത് പാമ്പ് ഏതെന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് അത് കിടക്കുന്നത് ആക്ച്വലി. ഇരുതല മൂരി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇത് കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഒന്നും കാണുന്നില്ല ഞങ്ങൾ സെർച്ച് ചെയ്തിട്ട്. ഇത് നക്ഷത്രാമ എന്ന് പറയും. ദേ, അതിന് പറ്റിയ രീതിയിലാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയ്സ്. രണ്ടെണ്ണം കണ്ട കേട്ടോ. ഒന്നിന്റെ പുറത്ത് ഒന്ന് കൊടുക്കാറില്ല. ചുവന്ന ചെവി കണ്ടോ? ചുവന്നിരിക്കുന്ന ചെവി, ചുവന്ന ചെവിയുള്ള ആമയാണ് കേട്ടോ ഇത്. വെള്ളത്തോളം കിടപ്പുണ്ട്, കരയിൽ എടുപ്പുണ്ട്, നല്ല രീതിയിൽ എടുപ്പുണ്ട്. ഇത് മഞ്ഞച്ചേരി എന്ന് പറയുന്ന സംഭവം കേട്ടോ. ഇതൊക്കെ താഴെ കിടക്കുന്നു. തടിയും കുട്ടന്മാരാട്ടോ എല്ലാം. ഇത് പെരുമ്പാമ്പാ കേട്ടോ. ഇവിടെ എല്ലാ ടെമ്പറേച്ചറും സെറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ പാമ്പുകളുടെ ഓരോ രീതി വെച്ചിട്ട് ഉണ്ടാവുമല്ലോ. ആ രീതിക്ക് അനുസരിച്ച് എല്ലാം ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെള്ളത്തിലാണ്. രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. രണ്ടെണ്ണം. ഒരു മനുഷ്യനെയൊക്കെ വിഴുങ്ങുമെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാല്. ഇത് കുഞ്ഞു തലയാണ് കേട്ടോ. ഇത് മൂർഖനാട്ടോ. ഇതാ അടുത്തെന്ന് വെച്ചാ ഇത് മൂർഖനെന്ന് പറയാം. ഒന്ന് രണ്ടെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മൂവ് ചെയ്യുന്നുണ്ട് അത്. ഇത് ഞങ്ങളുടെ നാട്ടിൽ വരുന്ന സ്ഥിരം അതിഥിയാണ്. ഇത് വലിയ വിഷയമില്ലാത്തൊരു ഐറ്റം ആണെന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ ചേര. നാക്കൊക്കെ വെളിയിലിടുന്ന കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ഇത് രാജവെമ്പാലയാണ്. ഏറ്റവും വിഷമുള്ള പാമ്പെന്നാ പറയുന്ന കേട്ടോ. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാം. മയങ്ങി കിടക്കാൻ തോന്നുന്നു കണ്ടിട്ട്. ചുറ്റി ചുറ്റി കിടക്കുന്നു. ഇതും രാജവെമ്പാലയാണ് കേട്ടോ. എല്ലാം നല്ല ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട്. ഉറങ്ങാൻ തോന്നുന്നു. നമുക്ക് ഇവിടെ ചാടത്തണ്ട, പതിയെ അങ്ങ് പോവാം എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ പച്ചിലപ്പാമ്പ്, ഈ ഇരുതല മൂരി എന്നൊക്കെ പറയുന്ന ഒരു സൈഡ് ടൈപ്പ് പാമ്പ് കേട്ടോ. പക്ഷെ ഇതിനകത്തൊന്നും കാണുന്നില്ല രണ്ടു കൂട്ടിലും. നീർപ്പാമ്പ് അതാ ഇവിടെ കിടപ്പുണ്ട്. നാഗത്താൻ പാമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നേ. അത് ദാ ഇവിടെ ആ മരത്തിൽ ചുറ്റി ഇരിപ്പുണ്ട് കേട്ടോ. നാഗത്താൻ പാമ്പ്. ഇത് വരയൻ ചുരുട്ട എന്നൊക്കെ പറയുന്ന സംഭവം കേട്ടോ. അതിന്റെ അടിയിലിരിക്കുവാണേ. എന്റെ അടിയിലിരിക്കുക.
ഗായ്സ് ഇവിടെ മയിലുണ്ട്, മയിൽ നോക്കൂ, 2 ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് പീലി വിടർത്തെങ്കിൽ നല്ലതായിട്ട് കാണാൻ പറ്റുമോ. ഒന്ന് താഴെ ഇരിപ്പുണ്ട്, നല്ല വലിയ പീലി ഉണ്ട് കേട്ടോ അതിന്. പക്ഷെ അത് പീലി വിടർത്തിയാൽ നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റുമായിരുന്നു. സൂപ്പർ. ഞാനിപ്പോ ചവിട്ടുമായിരുന്നു. മുഖം ഫോക്കസ് ചെയ്യ്, ഫോട്ടോ എടുക്കട്ടെ. കുങ്കിള് കുട്ട, ചിഞ്ചില് കുട്ട, നമ്മൾ കാണാൻ പോകുന്നത് രാജാ രവിവർമ്മയുടെ ഒറിജിനൽ ചിത്രങ്ങളാണ് ഈ ആർട്ട് ഗാലറിയിലുള്ളത്. അപ്പൊ അതാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. അമ്മയുടെ ഫ്രണ്ടാട്ടോ ഇത്. അപ്പം അങ്കിളാണ് കൂടെ വന്നത് നമ്മുടെ കൂടെ. മാണിക്യച്ചിറകുള്ള മാറത്തു കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നുപോയി. കാടൊന്നു കാണാനായി കൂടൊന്നു കൂട്ടാനായി ആകാശപ്പുഴ നീവി കുതിച്ചുപോയി. കണ്ടു ഫലനിര. നമ്മൾ ആർട്ട് ഗാലറിയിലൊക്കെ കയറിയതിനു ശേഷം ഇറങ്ങാൻ പോവാണ്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആട്ടോ. നമുക്ക് വീഡിയോ അലൗഡ് അല്ല, ജസ്റ്റ് ഫോട്ടോസ് നമ്മൾ ഈ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പോകുന്നവരെ ആർട്ട് ഗാലറി മിക്സ് ചെയ്യണ്ട, എല്ലാരും പോയി കാണുക കേട്ടോ. അതുപോലെ തന്നെ ഇപ്പം ഭയങ്കര തിരക്കാണ്, മഴയുടെ ഒരു ലക്ഷണം കൂടി ഉണ്ട്. നമ്മൾ രാവിലെ വന്നതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ല കണ്ടിട്ട്. കണ്ടോ, കേറാനും ടിക്കറ്റ് എടുക്കാനായിട്ട് ഭയങ്കര ക്യൂ ആണ് കേട്ടോ ഇവിടെ. ഹിസ്റ്റോറിക്കൽ ഗാലറി ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു പിള്ളേർക്ക് ഇഷ്ടപ്പെടും. ഒരുപാട് അനിമൽസിനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടൈപ്പിൽ അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം കട്ടണം കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കുഞ്ഞു മക്കൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഹിസ്റ്റോറിക്കൽ ഗാർഡനും മിസ് ചെയ്യണ്ട, ഇവിടെ വരണവര്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞങ്ങൾ തൽക്കാലം ഇറങ്ങുകയാണ് ഇവിടുന്ന്, കാരണം ഞങ്ങള് ഇനി വേറൊരു സ്ഥലത്ത് പോകാൻ പ്ലാൻ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇറങ്ങാണ്. ഇവിടെ കൊട്ടാരം ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ, ഞങ്ങൾ വേറൊരു വീഡിയോയിൽ അതുകൂടെ കാണിക്കാം. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. എല്ലാരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മളെ പരിപാടി എന്ന് പറയുന്നത് ഫുഡ് അടിക്കലായിരുന്നു. അപ്പൊ നമ്മൾ പോയത് മുറിഞ്ഞ പാലത്തുള്ള നീരാളി റെസ്റ്റോറന്റിലായിരുന്നു. അവിടെ ചെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാരും മീൽസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. സൂനകത്ത് കയറി അത്രയും കറങ്ങിയപ്പോ തന്നെ എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിച്ചു. നമ്മള് ലഞ്ചിനോടൊപ്പം തന്നെ നമ്മൾ ഫിഷ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെയ്നുവിന് നമ്മുടെ പ്രോൺസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒരു ആവോലി ഫ്രൈയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. കഴിച്ചിറങ്ങിയ ശേഷം പിന്നെ ഞങ്ങൾ കുറച്ചു നേരം പുറത്തിരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ ട്രാവൽ തുടങ്ങിയത്. അപ്പോഴത്തേക്കും നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള മാൾ ഓഫ് ട്രാവൻകൂറിലാണ്. നിങ്ങൾക്ക് അറിയാം അവിടെ സ്നോ മാനിയ വന്നിട്ടുള്ള കാര്യം. അപ്പോൾ ഞങ്ങളും അതിലോട്ടൊന്ന് കയറാമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങളും അങ്ങോട്ടേക്ക് പോയത്. അന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കാറ് പാർക്ക് ചെയ്യാനായിട്ട് ടെറസിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളവിടെ പാർക്കിംഗ് കഴിഞ്ഞാണ് താഴോട്ട് ഇറങ്ങിയത്.
സ്നോ മാനിയയിൽ കയറാനുള്ള ഉദ്ദേശത്തിലായിരുന്നെങ്കിലും ഹെയ്നു ആദ്യം ഭയങ്കര പിണക്കമായിരുന്നു കയറണ്ട എന്നുള്ള രീതിയിൽ. പിന്നെയാണ് അവനൊന്ന് സമ്മതിപ്പിച്ച് നമ്മള് കയറാനായിട്ട് പോകുന്നത്. അങ്ങനെ ഹെയ്നു ബേബി ഷോർട്സിന്റെ പുറത്തൂടെ ഒരു പാന്റ് ഒക്കെ വലിച്ചു കയറ്റി റെഡി ആയിട്ട് നിപ്പുണ്ട്. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഷൂവും ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അവിടെ നിന്ന് മേടിക്കണം. അപ്പൊ ഞങ്ങളുടെ സൈസിനുള്ള ഷൂവും ഡ്രസ്സൊക്കെ മേടിക്കാനുള്ള വെയിറ്റിംഗിലായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കാരണം കുറച്ച് ഡിലേ വന്നു അവിടെ. പക്ഷെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടി. പെട്ടെന്ന് നമ്മള് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. ഹെയ്നു ബേബിയുടെ അളവ് കിട്ടാൻ ഇച്ചിരി പാടായിരുന്നു. അവര് നോക്കി എടുത്തു തരികയാണ് ചെയ്തത്. നമ്മള് കിട്ടിയ ഉടനെ തന്നെ റെഡി ആയിട്ട് പിന്നെ അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. കണ്ടു മലനിര കണ്ടു താഴ്വര മാമരം കണ്ടേ ചോല കണ്ടേ ഇലകൾ കണ്ടേ കായകളും തന്തിനത്താനേ താനാനേ തന്തിനത്താനിന്നാനിന്നാനേ കണ്ടു ആകപ്പൂവിൻ കുടം കണ്ടു മണിയിലങ്ങി തറകളും മാനോടും മുണ്ടേ തേൻകുടുമുണ്ടേ കിളികൾ പലതുണ്ടേ കാടേറാൻ വാ, കൂടേറാൻ വാ. കണ്ടതുമല്ല കേട്ടതല്ല കാണാക്കാനല കാഴ്ചകൾ തന്തിനത്താനേ താനാനേ തന്തിനത്താനിന്നാനിന്നാനേ. കണ്ടു വിഷും കാറ്റിൻ വീറും കണ്ടേ ഇരുളുലാത്തും വഴികളും കോടമഞ്ഞുണ്ടേ കൂമനുമുണ്ടേ തുടലി മുള്ളുണ്ടേ കാടേറാൻ വാ, കൂടേറാൻ വാ. കണ്ടതുമല്ല കേട്ടതല്ല കാണാക്കാനല ഭംഗികൾ തന്തിനത്താനേ താനാനേ തന്തിനത്താനിന്നാനിന്നാനേ. നെക്സ്റ്റ് നമ്മള് MOT ലോകത്തുള്ള രാമചന്ദ്രയുടെ നമ്മുടെ ടോയ് സെക്ഷനിലോട്ടാണ് പോയത്. അവിടെ പോയി ഹേനു ബേബിക്ക് ഒരു കാറൊക്കെ മേടിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിരുന്നു. അതൊക്കെ മേടിച്ച് ചായയൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം പേ ചെയ്ത് ഇറങ്ങാനുണ്ടായത്. നമ്മൾ ഇറങ്ങിയ സമയത്ത് ഹേനു ബേബി നല്ല ഉറക്കമായിരുന്നു. അപ്പം വൈൻഡപ്പ് പറയാൻ ആൾ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ. മാണിക്യച്ചിറകുള്ള മാറത്തു കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി പാടുന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി ആകാശപ്പുഴ നീന്തി കുതിച്ചു പോ.